AD 1679 ഡെനിസ് പാപ്പിൻ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ആധുനിക പ്രഷർ കുക്കറിൻ്റെ ആദ്യ രൂപമായ സ്റ്റീം ഡൈജസ്റ്റർ കണ്ടെത്തിയത്. വേഗത്തിൽ ഭക്ഷണം പാചകം ചെയ്യുക, മെഡിക്കൽ ആവശ്യങ്ങൾക്കായി എല്ലുകൾ മയപ്പെടുത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ സയൻസിലേക്ക് വരാം. സാധാരണ നിലയിൽ, അതായത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം തിളക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നറിയാമല്ലോ. എന്നാൽ മർദ്ദം കൂടുകയാണെങ്കിലോ വെള്ളം തിളക്കുന്ന താപനിലയും ഉയരും. അങ്ങനെ വരുമ്പോൾ സാധാരണ തുറന്നു വെച്ച പാത്രത്തിലെ വെള്ളത്തിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചൂട് പൂർണ്ണമായും അടച്ചു വെച്ച പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ ലഭ്യമാവും. ഇതേ തത്വമാണ് പ്രഷർ കുക്കറിൽ വേഗത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നതും. അതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ പ്രഷർ കുക്കറിലുള്ള നീരാവി ചൂടിനെ നല്ലതുപോലെ എല്ലായിടത്തേക്കും എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇറച്ചി, ധാന്യങ്ങൾ, അരി ഇങ്ങനെയുള്ളവയെല്ലാം വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരത്തിൽ പൂർണ്ണമായും അടച്ച് വേവിക്കുമ്പോൾ മർദ്ദം കൂടി അപകടമുണ്ടാവാനുള്ള സാധ്യതയില്ലേ എന്ന് സംശയം വന്നേക്കാം. തീർച്ചയായും ഉണ്ട്. അതിനു വേണ്ടിയാണ് കുക്കർ വിസിലുള്ളത്. അമിതമായി വരുന്ന മർദ്ദത്തെ റിലീസ് ചെയ്യുകയാണ് വിസിലിൻ്റെ ധർമ്മം. ഏകദേശം 1.98 ATM പ്രഷർ ആകുമ്പോൾ വിസിൽ ബ്ലോ ചെയ്യുകയും അമിതമർദ്ദം റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. 1 ATM ആണ് അന്തരീക്ഷ മർദ്ദം എന്നറിയാമല്ലോ. പ്രഷർ കുക്കറിൻ്റെ മുകളിലായി ഒരു വാഷർ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതാണ് സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ പ്രഷർ കുക്കറിലെ മർദ്ദം അതിഭീകരമായി കൂടുകയാണെങ്കിൽ രക്ഷയ്ക്കെത്തുന്നത് ഈ സേഫ്റ്റി വാൾവാണ്. സാധാരണഗതിയിൽ ടിൻ അല്ലെങ്കിൽ ലെഡ് ഇവയിൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് അലോയ് ഉപയോഗിച്ചാണ് സേഫ്റ്റി വാൾവ് നിർമ്മിക്കുന്നത്. അതിഭീകരമായി മർദ്ദവും താപനിലയും ഉയർന്നാൽ ഇവ ഉരുകുകയും മർദ്ദം കുറയുകയും പ്രഷർ കുക്കറിനെ പൊട്ടിത്തെറിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രഷർ കുക്കറുകൾ പാചകം ഒരുപാട് എളുപ്പവും കാര്യക്ഷമതയുള്ളതും ആക്കി. എന്നാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ മർദ്ദത്തിൽ പാചകം ചെയ്യുന്നു എന്നതിനാൽ ഇവ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുകയും ചെയ്യണം.